കൊച്ചി സ്മാർട്ട് സിറ്റിയിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടം തകർന്നു വീണ് ഒരാൾ മരിച്ചു. ഇതര സംസ്ഥാന തൊഴിലാളി ഉത്തമാണ് മരിച്ചത്. 4 പേർക്ക് പരിക്കേറ്റു. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. സാലി, ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ച ഇരുമ്പ് ഫ്രെയിം തകർന്നു വീണാണ് ഈ ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ച എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. നിലവിൽ 6 പേർ അപകടത്തിൽ പെട്ടു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അവരുടെ ഒരാളുടെ നില ഗുരുതരം എന്ന വാർത്തകൾ. എന്താണ് അവിടെ നിന്ന് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ഇനി ആരും ഈ അപകടം നടന്ന ഫ്രെയിമിലോ മറ്റോ കുടുങ്ങിക്കിടക്കുന്നില്ല എന്നുള്ള ആശ്വാസ വാർത്തയും വരുന്നുണ്ട്. എന്താണ് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന മറ്റു വിവരങ്ങൾ? ഇത് ഒരു 10 മണിയോടുകൂടിയാണ് രാവിലെ ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുന്നത്. കൊച്ചി സ്മാർട്ട് സിറ്റിയിൽ ഒരു ബഹുരാഷ്ട്ര കമ്പനിയുടെ ഒരു ട്വിൻ ടവർ IT സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള 2 ഇരട്ട ടവറിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. അന്തിമഘട്ടത്തിലാണ്. അതിന്റെ ഭാഗമായി അതിലൊരു ടവറിന്റെ പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾ നടന്നു വരികയാണ്. അങ്ങനെ പെയിന്റിങ്ങിന് വേണ്ടി നിർമ്മിച്ച ഇരുമ്പ് ഫ്രെയിം തകർന്നു വീഴുകയായിരുന്നു. അങ്ങനെ തകർന്നു വീഴുന്നതിനിടെ അതിൽ അടിയിൽപ്പെട്ടാണ് ഒരു തൊഴിലാളി മരിച്ചത്. 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആ പരിക്കേറ്റ ഒരാളുടെ നിലയും ഗുരുതരമാണ്. അങ്ങനെ ആശുപത്രിയിലേക്ക് മാറ്റിയപ്പോൾ 2 പേരുടെ നില ഗുരുതരമെന്നാണ് അധികൃതർ അറിയിച്ചിരുന്നത്. അതിലൊരാൾ മരിച്ചിരിക്കുന്നു എന്നിപ്പോ പറയാം. ബീഹാർ സ്വദേശി ഉത്തമാണ് മരിച്ചത്. ഈ പരിക്കേറ്റ ബാക്കിയുള്ളവരും ഇതര സംസ്ഥാന തൊഴിലാളികൾ തന്നെയാണ്. ശരി സാലി, ഇപ്പോൾ ആ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ഗായത്രി സത്യദേവ് കൂടി ചേരുന്നുണ്ട്. ഗായത്രി, എന്താണ് ഇപ്പോഴോ അവിടുത്തെ ഒരു സാഹചര്യം? ഇനി ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്ന് കരുതാനാകുമോ? നിലവിൽ ഈ പരിക്കേറ്റവരുടെ ഒരു അവസ്ഥ എങ്ങനെയാണ്? എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്? മറ്റു കാര്യങ്ങൾ? സിജു, എന്തായാലും നിലവിൽ ഇവിടെ ആരും കുടുങ്ങിക്കിടക്കുന്നില്ല. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇത്തരത്തിലുള്ള ഈ ജോലി ചെയ്യുവാൻ വേണ്ടി കെട്ടിയുണ്ടാക്കിയ ഇരുമ്പ് ദണ്ടുകളാൽ കെട്ടിയുണ്ടാക്കിയ ഒരു നിർമ്മാണമാണ് തകർന്നു വീണ്ടിരിക്കുന്നത്. രാവിലെ 10 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നത്. ഇതൊരു 24 നില കെട്ടിടമാണ്. ആ കെട്ടിടത്തിൻ്റെ പണി നടത്തുവാൻ വേണ്ടി ഉണ്ടാക്കിയ ഏകദേശം 60 അടിയോളം പൊക്കമുണ്ടായിരുന്ന ഒരു നിർമ്മാണമാണ് രാവിലെയോടുകൂടി തകർന്നു വീണത്. ഇവിടെ 5 പേർക്കാണ് ഈ ഒരു അപകടത്തിൽ പരിക്കേറ്റത്. ഇതിൽ ഏറ്റവും മേലെയുള്ള നിലയിൽ, ഇല്ലെങ്കിൽ ഈ ഒരു നിർമ്മാണത്തിൻ്റെ ഏറ്റവും മേലെയുള്ള നിലയിൽ ഒരാളും നടുക്ക് 2 പേരും, അതിൻ്റെ ഇടയിൽ ഒരാളും, ഏറ്റവും താഴെ മറ്റൊരാളുമാണ് ഉണ്ടായിരുന്നത്. ഇതാണ് ഈ ഒരു നിർമ്മാണമാണ് രാവിലെ 10 മണിയോടുകൂടി തകർന്നു വീഴുന്നത്. ഇതിൽ ഏറ്റവും മേലെ നിന്ന് വീണ ആൾ പരിക്കുകൾ പറ്റിയെങ്കിലും രക്ഷപ്പെടുകയുണ്ടായിരുന്നു. ഇടയ്ക്ക് നിന്ന ആളുകൾക്കും രക്ഷപ്പെടുവാൻ പറ്റി. എന്നാൽ ഇതിൽ ഏറ്റവും താഴെ ഉണ്ടായിരുന്ന ആൾ ഈ നിർമ്മാണത്തിന് ഇടയിൽ കുടുങ്ങിപ്പോവുകയായിരുന്നു. ഇതാണ് ആളുടെ ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു അപകടമുണ്ടായി. അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരണം സംഭവിക്കുകയായിരുന്നു. മറ്റ് 4 പേരുടെ വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. അവരെ ഏത് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്? അവരുടെ ആരോഗ്യ അവസ്ഥ എങ്ങനെയാണ് ഇപ്പോൾ? സിജു, ഇതിൽ ഈ പരിക്കേറ്റ ആകെ 5 പേരിൽ ഒരാളാണ് മരിച്ചത്. ബീഹാർ സ്വദേശിയായ ഉത്തമാണ് മരിച്ചത്. അയാളാണ് ഇതിൻ്റെ ഏറ്റവും താഴെ കുടുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് ഫയർഫോഴ്സ് എത്തി ഈ കുടുങ്ങിപ്പോയ ഇതിനിടയിൽ നിന്ന് കട്ട് ചെയ്താണ്, പൈപ്പുകൾ, ഇരുമ്പ് ദണ്ടുകൾ കട്ട് ചെയ്താണ് അയാളെ പുറത്തേക്കെടുക്കുന്നത്. അങ്ങനെ കൊണ്ടുപോകുന്ന അയാളുടെ ശരീരത്തെ ഈ ഇരുമ്പ് ദണ്ടുകൾ തുളച്ചു കയറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള അത്തരത്തിലൊരു അപകടത്തിൽപ്പെട്ട ആളാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. മറ്റൊരാളുടെ നില കൂടി ഗുരുതരമാണ് എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അത് ഈ മരിച്ച ആളുടെ തൊട്ട് മേലെയുള്ള നിലയിലുണ്ടായിരുന്ന ഒരാളാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. ബാക്കി ഉണ്ടായിരുന്ന ആളുകൾ രക്ഷപ്പെടുകയായിരുന്നു. ഈ നിർമ്മാണം തകർന്നു വീഴുന്നത് കണ്ട് താഴെ ഉണ്ടായിരുന്ന തൊഴിലാളികളൊക്കെ ഓടി രക്ഷപ്പെട്ടതുകൊണ്ടാണ് ഒരു വലിയ അപകടം, അല്ലെങ്കിൽ അപകടത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കാതെ ഇരിക്കാൻ ഇടയാക്കിയത്. എന്തായാലും അത്തരത്തിൽ ഒരു നിർമ്മാണ പ്രവർത്തനം തകർന്ന് വീഴുകയാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇതുപോലെ ഉള്ള ഒരു നിർമ്മാണമായിരുന്നു ഇത്. ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇതുപോലെ മേലെ വരെ എത്തിയിരുന്ന മേലെ സീലിംഗ് വർക്കുകളും ജിപ്സം വർക്കുകളും നടത്തുവാൻ വേണ്ടി, തൊഴിലാളികൾക്ക് മേലെ സീലിംഗ് വർക്കുകൾ നടത്തുവാൻ വേണ്ടി കെട്ടിയുണ്ടാക്കിയ ഒരു നിർമ്മാണമാണ്. ഇരുമ്പ് ദണ്ടുകൾ ഉപയോഗിച്ച് കെട്ടിയുണ്ടാക്കിയ ഒരു നിർമ്മാണമാണ് ഇത്. ഇത്തരത്തിലുള്ള നിർമ്മാണമാണ് ഇപ്പോൾ ഇവിടെ തകർന്നു കിടക്കുന്നത്. ഈ തകർന്നു വീഴുന്നതിനിടയിൽ ഉണ്ടായ ഒരു അപകടമാണ് ഇത്തരത്തിൽ 5 പേർക്ക് ഗുരുതരമായ പരിക്കേൽക്കുന്ന രീതിയിൽ, ഒരാളുടെ മരണം സംഭവിക്കുന്ന രീതിയിൽ ഇടയാക്കിയത്. നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് വെച്ചിട്ട് ഈ നിർമ്മാണം നടത്തുന്നതിനിടയിൽ ഈ നിർമ്മാണ പ്രവൃത്തിയിൽ എവിടെയുണ്ടായ കണക്കുകൾ പിഴച്ചതാണ്. അല്ലെങ്കിൽ ഈ ഒരു സാധാരണ രീതിയിൽ എല്ലായിടത്തും പണികൾ നടക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇതിൻ്റെ ഈ ഒരു നിർമ്മാണത്തിൻ്റെ ഒരു ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഇതുപോലെ ഉണ്ടായ ഒരു നിർമ്മാണം കെട്ടിയുണ്ടാക്കുന്നതിനിടയിൽ ഏതോ ഒരു നട്ട്, അല്ലെങ്കിൽ അവിടെ ഉണ്ടായ അത് വീണ്ടും യോജിപ്പിക്കുന്നതിനിടയിൽ ഉണ്ടായ ഒരു പിഴവാണ്
ഇത്തരത്തിലൊരു അപകടത്തിന് കാരണമായത്. ഇത് മുഴുവനായി ഇടിഞ്ഞു വീഴാൻ ഇടിഞ്ഞു വീഴുന്ന രീതിയിലൊരു അപകടത്തിന് കാരണമായത് എന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന വിവരങ്ങളിൽ. അത്തരത്തിൽ ഒരു ഇതിൻ്റെ ഒരു ബന്ധിക്കുന്ന ഈ ഒരു നട്ടിന് അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്ത് ആ ഒരു സ്ഥലത്തുണ്ടായ എന്തൊരു പിശകാണ് ഇത്തരത്തിൽ ഈ ഒരു നിർമ്മാണം മുഴുവൻ താഴെ തകർന്നു വീഴുന്നതിൽ ഏകദേശം 60 അടിയോളം നീളമുണ്ടായിരുന്ന ഒരു നിർമ്മാണം തകർന്നു വീഴുന്ന രീതിയിലും ഇത്തരത്തിലൊരു പരിക്ക് പറ്റുന്നതിനും കാരണമായത്. ഒപ്പം തന്നെ ഇത്തരത്തിൽ ഈ നിർമ്മാണ പ്രവൃത്തികൾ, വലിയ ബിൽഡിങ്ങുകളുടെ എല്ലാം നിർമ്മാണ പ്രവൃത്തികൾ നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള പൈപ്പുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ ഇത്രയും വെയിറ്റ് ഇതിൽ അല്ലെങ്കിൽ ഇത്രയും ഭാരം ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ ഈ ഇരുമ്പ് ദണ്ടുകളെല്ലാം തന്നെ വളഞ്ഞു വീഴുന്ന രീതിയിൽ മടങ്ങി അല്ലെങ്കിൽ ബെൻഡ് ചെയ്ത് മടങ്ങി വീഴുന്ന രീതിയിലുള്ള ഒരു ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അത്രത്തോളം ഈ ഒരു നിർമ്മാണത്തിന് എത്രത്തോളം ബലമുണ്ടായിരുന്നു, ഇല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം ഇത്രയും ആളുകൾ ഒരുമിച്ച് കയറാൻ പറ്റുന്ന രീതിയിലുള്ള കറക്റ്റ് കണക്കുകളാൽ നിർമ്മിക്കപ്പെട്ടതായിരുന്നു ഈ നിർമ്മാണം, ഇല്ലെങ്കിൽ ഇരുമ്പ് കൊണ്ടുള്ള ഈ പടികെട്ടൽ തട്ടടിക്കൽ എന്നൊക്കെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. കാരണം ഈ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാകുന്നത് വളരെ വലിയൊരു അപകടം, കൃത്യമായി ഒരു നിർമ്മാണം നടക്കാത്ത ഇല്ലെങ്കിൽ ഈ ഒരു ഇരുമ്പ് പടി കെട്ടിയതിൽ കൃത്യമായ ഒരു ശരി, ഗായത്രി സത്യമാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ട്